കുറച്ച് പൂവാണ് ഇതാക്കുന്നത്. അത് നല്ല നോക്കായി പോയതാണ്. അമ്പലത്തിൽ ഇവിടെ നടന്ന് വിഗ്രഹം എടുത്തു കഴുകുന്നുണ്ട്. വിഗ്രഹം അത് കാണിച്ചു തരാൻ കഴിയാൻ നോക്കാം. അങ്ങടെ പുലികളുണ്ട്, പുലിക്ക് പണി. അതെല്ലാം വിഷ്ണുമൂർത്തിയുടെ സംഭവമാണ്. അത് ഞങ്ങൾക്ക് പോയിട്ട് കാട്ടിത്തരാത്. അമ്പലത്തിൻ്റെ ഉള്ളത് അവർ അടച്ചു കേട്ടോ ഗൈസ്. വാതിൽ അടച്ചിട്ട് അതിൽ നമുക്ക് തുറക്കുമ്പോൾ ഇനി നോക്കാം. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ തെയ്യലൂടെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിങ്ങ് ഏറ്റവും സൈഡിൽ കാണുന്നല്ലോ ഒരു തെയ്യത്തിൻ്റെ ഫോട്ടോ? അത് വിഷ്ണുമൂർത്തിയാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കാണുന്ന വിഷ്ണുമൂർത്തിയാണ് കേട്ടോ. അത് തലക്കൊരു ഇതിട്ടിട്ടുണ്ടല്ലോ, അത് ചെറുതാണ്. ആ ചെരിയുന്നതായിട്ടാണ് കേട്ടോ അതേപോലെ ഒരു ഇതാക്കിയിട്ടുള്ളത്. അങ്ങനെ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ബാക്കി ഈ സൈഡിലൊരു തെയ്യത്തിനൊക്കെ ഉണ്ടോ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെ സ്വന്തം എന്തിപ്പോൾ അതിനെന്തോ പറയലുണ്ടല്ലോ, വിഷ്ണുമൂർത്തി കഴിഞ്ഞിട്ട് രണ്ട് ആ പന്തംകുളത്ത് ഭഗവതിയും ചാമണ്ടിയാണ് സൈഡിൽ നിൽക്കുന്നത് രണ്ടെണ്ണം. അപ്പം ഈ തെയ്യങ്ങളെ എങ്ങനെയുള്ള വേറെല്ലാം ഒന്ന് കമൻറ്റിൽ അഭിപ്രായം പറയാം. അപ്പം ഞാൻ അങ്ങാട് പടയെല്ലാം തൂക്കി അതിൽ ഞാൻ കാട്ടിത്തരാം. നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കാം ഗൈസ്. കണ്ട അവൻ പറഞ്ഞ പഴാന്നത്. അപ്പോൾ നമുക്ക് സൂം ചെയ്തിട്ടാണ് കാണിച്ചു തന്നത്. അമ്പലത്തിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കമൻറ്റ് ബോക്സിൽ അടിച്ച് പൊളിക്കുക. ലൈക്കും ചെയ്യണമല്ലോ. എല്ലാവരും ലൈക്കും ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത പാർട്ട് 3യിലാണ് മത്സരങ്ങൾ ഒപ്പിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മത്സരം. അത് ഇവിടെ ഈ വീഡിയോ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ കാട്ടിത്തരാം നിങ്ങൾക്ക്. അപ്പോൾ കാണിച്ച അമ്പലം നോക്കിയാൽ അമ്പലത്തിൽ ആരോ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ അടുത്ത കിണർ. പ്രത്യേക കിണറാണ്. രണ്ട് ആളിങ്ങനെ നിൽക്കുന്നുണ്ട്. അവളുടെ പേരെന്ത് നമുക്ക് ചോദിക്കാം. ഇതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഭണ്ണാരം. ഭണ്ടാനെന്ന് ഇതിന് നമ്മളൊക്കെ പറയാൻ നിങ്ങൾ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കമൻറ്റിൽ അഭിപ്രായമായിട്ട് അറിയാം. അപ്പം നമുക്ക് അമ്പലത്തിൽ ആരോ ആക്കുന്നുണ്ട്. നമുക്ക് എന്താ കാണിക്കാം. പ്രത്യേക കിണർ ദീപം വെക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് എടുക്കാൻ കഴിയും, നടുവ് ചീത്തരിയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം പഴുതും നമുക്ക് പഴുതുന്ന സ്ഥലമാണ് കേട്ടോ. കാച്ചുവാടി ഇരിക്കുന്നുണ്ട്. നാട് നാട്ടിൽ ഇതാണ് തേങ്ങയിൽ എറിഞ്ഞ് പൊട്ടിക്കുന്ന സമയം വേറൊരു മടമുണ്ട്. അവിടെ പോകാൻ കഴിയില്ല. പാച്ച വേണ്ടത് കൈ കുത്തിയത്. ഇത് പന്നി, ഇത് പുലി. എന്തോ പുലി തന്നെയാണ് തോന്നുന്നത്. നമുക്ക് പേരറിയുന്നില്ല ശരിക്കും. അപ്പം ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത്. നേരെ പാച്ചിലൊക്കെ പോവുക. ഇങ്ങനെ കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടോ കാണല്ലേ, മരവും ചെടിയും നല്ല രസമായിട്ട് കാഴ്ച കാണാൻ. ഞങ്ങൾക്ക് ആൽമരം ഞാൻ നേരിട്ട് കാണിച്ചാൽ ആൽമരം ഇവിടെ ലൈറ്റിനെ കിട്ടിയതാണ്. അങ്ങാടെ ഒരു മടമുണ്ട്. എന്നിവിടെ ഇതാണ് കേട്ടോ നമ്മുടെ ഓഡിറ്റോറിയം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം. നിങ്ങളുടെ നാട്ടിൽ ഓഡിറ്റോറിയം ഇല്ലേ? എന്ത് പറയും കേട്ടോ. ഭണ്ടാരം അവരെന്തോ ആക്കി പോയിട്ടുണ്ട്. അപ്പോൾ എന്തെന്ന് കാര്യം ഞാൻ കമൻറ്റ് ചെയ്യാം. ആ പാച്ചോടെ നമ്മളെ വിളിക്കുന്നുണ്ട് ഗൈസ്. അങ്ങോട്ട് പോവാ. എന്താ വെച്ചു പാച്ചു നമ്മളെ വിളിച്ചിട്ട്. അപ്പം ഇനി അത് ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം.